I feel, yeah, it's a God's own country with a devil's law and order. Exactly like the Pune accident case. സെയിം കേസാണ് അവിടെ നടന്ന്, ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ ഈ കഥ നരേറ്റ് ചെയ്യാൻ ഞാൻ ജീവനോടുണ്ട്. First of all, Devathanu Nandi, that I am alive today and I am able to share this incident with you. We were attending a wedding in Kerala. We explored Varkala and we were heading back to the airport through the state highway. That's when this happened. A Jeep Compass was charging towards us at a high speed in the wrong way. It crashed into a Baleno and then it crashed into our car, damaging 3 cars simultaneously. I got down immediately. I wanted to check if everyone was okay, if something had gone wrong. And I saw all these 3 cars were completely damaged. And I saw this guy, the driver of the Jeep Compass, he got down. He was wearing a black satin shirt accompanied by a lady. ഞാൻ ഫോൺ എടുത്തിട്ട് ഈ സംഭവം റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ തിരിക്കുമ്പോഴേക്കാണ് ഈ ജീപ്പ് കോമ്പസിന്റെ ഡ്രൈവറും പിന്നെ ആ ലേഡിയും കാണാനില്ല. ദേ വാനിഷ്ഡ്. ഐ വാസ് ലൈക്ക്, വന്ന് ഇടിച്ചിട്ട് ഇവന്മാർ ജീവിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ കൂടെ താല്പര്യം അല്ലാണ്ട് ഇവന്മാർ എസ്കേപ്പ് ആയല്ലോ എന്ന്. They definitely seem to have experience in all this. Like they crashed their car, they didn't even bother looking here and there. They just escaped. നാട്ടുകാരുടെ ഇതാണ് ലൈക്ക് കേൾക്കുന്നത്. കാരണം ജീപ്പ് ഡ്രൈവർ ഒരു വെള്ളം അടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പുള്ളി ഉള്ളത്. അങ്ങനെ അപ്പോൾ പുള്ളിയെ വിടരുതെന്ന് പറയുന്ന മുമ്പ് തന്നെ പുള്ളി അവിടെ നിന്ന് എസ്കേപ്പായി. എൻ്റെ മുന്നിലുണ്ടായിരുന്ന വണ്ടിയുടെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് കുറച്ച് ഇഞ്ചുറി ഉണ്ടായതുകൊണ്ട് അവർ ആംബുലൻസിൽ കയറ്റി വിടുന്നു. അപ്പോഴേക്കും പോലീസ് എത്തുന്നു. പിന്നെ ട്രാഫിക് ക്ലിയറിങ്സ് പരിപാടിയായിരുന്നു അവിടെ നടന്നത്. അന്ന് രാത്രി ക്രെയിനിൽ വണ്ടികളെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ പോലീസ് സ്റ്റേഷനകത്തേക്ക് പോകുന്നുണ്ട്. എൻ്റെ വണ്ടി നമ്പർ പറഞ്ഞു, എൻ്റെ ഫോൺ നമ്പർ പറഞ്ഞു. ഓൾറെഡി ജീപ്പ് കോമ്പസ് വണ്ടി നമ്പർ ആൻഡ് ഡ്രൈവർ ഡ്രങ്ക് എന്നുള്ളൊരു ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ പോലീസുകാർ എന്നോട് പറഞ്ഞു നാളെ രാവിലെ വരൂ സംസാരിക്കാൻ തോന്നി. ബിക്കോസ് ഇലക്ഷൻ ടൈമും കൂടെ ആണ്. രാത്രി ഒരു കോൺസ്റ്റബിളോ എന്തോ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ. നെക്സ്റ്റ് ദിവസം രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. ചെന്നിട്ട് ഞാൻ പോലീസുകാരോട് ഇങ്ങനെ എൻക്വയറി ചെയ്യുന്നുണ്ട്, എന്താണ് സംഭവം സാർ, വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ പോലീസുകാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് വെള്ളം അടിച്ചെന്നുള്ളത് നിങ്ങൾ തെളിയിക്കേണ്ടി വരുമെന്നാണ്. ഞാൻ തെളിയിക്കേണ്ടി വരുമോ? ദാറ്റ് മീൻസ് പിന്നെ പോലീസ് എന്തിനാണെന്നാണ് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് ജീപ്പിനെ റെപ്രസെൻറ്റ് ചെയ്തൊരു അമ്മാവൻ വന്നിരുന്നു, അവിടെ ഡോക്ടേഴ്സും വന്നു. അപ്പോൾ പോലീസുകാർ ഇത്രേ പറഞ്ഞോളൂ, നിങ്ങൾക്ക് 2 രീതിയിലാണ് ഇതിൽ വേണ്ടത്. ഒന്ന്, നിങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യാം, ഔട്ട് സൈഡ് സെറ്റിൽമെൻറ്റ്, അതിൽ പോലീസ് ഇടപെടില്ല. രണ്ടാമത്തെ കേസ് FIR എടുത്ത് കേസ് എഴുതാം. അപ്പോൾ ഞങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടി 5 മിനിറ്റ് പോയി. നമുക്ക് വണ്ടി ശരിയാക്കി കിട്ടുക എന്നുള്ളതാണ്. ബിക്കോസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ തെറ്റ് എനിക്ക് കണ്ടപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ അമ്മാവൻ്റെ മരുമോൻ സ്ഥിരം ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നു, പുള്ളി വന്ന് സെറ്റിൽ ചെയ്യാൻ വരുന്നു, മോർ എക്സ്പീരിയൻസ്ഡ് അങ്ങനെയാണ്. ബിക്കോസ് നീ നിൻ്റെ കാര്യം പറയാം, ഡോക്ടേഴ്സിനോട് നീ നിങ്ങളുടെ കാര്യം പറയാം, നിങ്ങൾക്ക് എത്ര ചിലവാകും ഇതിൽ. അപ്പോൾ ഞങ്ങൾ പോലീസുകാരോട് ഇത്രേ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് ഈ അമ്മാവൻ എന്ന് പറയുന്നത് പുള്ളി അവകാശപ്പെടുവാണ്, ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ അവൾ ഏതെങ്കിലും ഒരു അമ്മാവൻ വന്ന് പറഞ്ഞിട്ട് പോയാൽ ഞങ്ങൾ ഏകദേശം 2 വണ്ടിക്ക് ഏകദേശം 2 ലക്ഷം രൂപ, ഓരോ വണ്ടിക്ക് 2 ലക്ഷം രൂപ വരെ ചിലവാണ്. ഞങ്ങൾ പറയുന്നത് RC ഓണർ വന്നൊരു നമുക്കൊരു ഉറപ്പ് വന്നാൽ വി വിൽ സെറ്റിൽ ഇറ്റ് ഹിയർ. അവരതിനൊന്നും തയ്യാറല്ല. അപ്പോൾ പോലീസുകാർ പുള്ളിയോട് ചോദിച്ചു, ഈ അമ്മാവനോട് ചോദിച്ചു, ആ വണ്ടി ഓടിച്ച ആളെ RC ഓണറെ ഇവിടെ വരെ വന്ന് വരാൻ പറയാൻ പറ്റുമോ? ഇല്ല, ഇന്ന് സാറേ ഇന്ന് വരാൻ പറ്റില്ല. എങ്കിൽ പിന്നെ അടുത്ത ചോദ്യമാണ്, ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ഒന്ന് വരാൻ പറയാൻ പറ്റുമോ? അപ്പം ഞാൻ ലൈക്ക്, വൈ പോലീസ് ഈസ് റിക്വസ്റ്റിംഗ് ടു ഹിം? ലൈക്ക് പുള്ളി 3 വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്, ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പുച്ഛമാണോ തോന്നിയത് സീരിയസ്ലി. വേണമെങ്കിൽ പുള്ളി അപ്പോൾ അമ്മാവൻ പറയണം നാളെ രാവിലെ വരാൻ പറയാം. ബിക്കോസ് എക്സ്ക്ലൂസീവ്ലി എന്താണ് 48 hours കഴിഞ്ഞ് സ്റ്റേഷനിൽ വരുവുള്ളൂ അവർ ഉറപ്പിച്ചിരുന്നു. ಪೊಲೀಸ್ ಹತ್ರ ಹೋಗಿ ಕೇಳ್ತೀವಿ ನಾವು ಕ್ಲಿಯರ್ ಆಗಿ, ಇದು ಡ್ರಿಂಕ್ ಆ್ಯಂಡ್ ಡ್ರೈವ್ ಕೇಸ್ ಅಲ್ವಾ ಅಂದರೆ ನಿನ್ನ ಕೈಲಿ ಪ್ರೂವ್ ಮಾಡೋಕ್ಕಾಗತ್ತಾ, ನೀನು ಮಾಡು ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಸೊ ವಿ ವರ್ ಲೈಕ್ ಸೀರಿಯಸ್ಲಿ, ನಮ್ಮ ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ ಇರೋ ಲಾ ಆಗಲಿ ಕೇರಳದಕ್ಕೂ ಟೋಟಲಿ ಡಿಫ್ರೆಂಟ್. ಇನ್ ಬ್ಯಾಂಗ್ಳೂರ್ ಈ ಥರ ಒಂದು ಇನ್ಸಿಡೆಂಟ್ ಆದಾಗ ಏನಾಗುತ್ತೆ, ಫಸ್ಟು ಯಾರು ಆಕ್ಸಿಡೆಂಟ್ ಮಾಡಿರ್ತಾರೆ ಅವನ್ನ ಕರೆಸಿ ಅವನಿಗೆ ಮೆಡಿಕಲ್ ಎಕ್ಸಾಮಿನೇಷನ್ ಮಾಡಿಸಿ, ಆಮೇಲೆ ಯಾರ್ಯಾರಿಗೆ ಏನೇನು ಕಾಂಪನ್ಸೇಷನ್ ಕೊಡಬೇಕು, ನೀವು ಡೈರೆಕ್ಟಾಗಿ ಕೇಸ್ ಕೊಡ್ತೀರಾ ಇಲ್ಲ ಕಾಂಪನ್ಸೇಷನ್ಗೆ ಹೋಗ್ತೀರಾ ಅಂತ ಪೊಲೀಸ್ ಮಾತಾಡ್ತಾರೆ. ಅಲ್ಲಿ ಡ್ರೈವರ್ ಯಾರು ಓಡಿಸಿರ್ತಾರೆ ಅವ್ರು ಯಾರೂ ಬಂದಿರಲಿಲ್ಲ. ಸೊ ಅದನ್ನು ಬಿಟ್ಟು ಯಾರೋ ರಿಲೇಟಿವ್ಸ್ ಬಂದಿದ್ದಾರೆ, ಅವ್ರು ಹೇಳ್ತಾ ಇದ್ದಾರೆ ದ ಪರ್ಸನ್ ಹೂ ಡಿಡ್ ದ ಆಕ್ಸಿಡೆಂಟ್ ಹಿ ವಾಸ್ ಟೋಟಲಿ ಬಿಸಿ ಆ್ಯಂಡ್ ಹಿ ಕುಡಂಟ್ ರೀಚ್ ದ പോലീസ് സ്റ്റേഷൻ. ആ സമയത്താണ് മെയിൻ പേഴ്സൺ, ദ ഇൻഫ്ലുവൻസ് എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായത്. അതാണ് ഒരു പൊളിറ്റിക്കൽ ഗൂൺ എൻഡേഴ്സ് ദ സീൻ. അയാൾ വന്നു, അയാളുടെ കുറച്ച് ഷോ ഓഫ്. അപ്പം ഇതാരാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. അയാൾക്ക് ഭയങ്കരമായിട്ട് ബഹുമാനം കൊടുക്കുന്നു എല്ലാവരും, അയാളാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഇതാരെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് ചൂടായി. കള്ളം കുടിച്ച് 3 വണ്ടി ഇടിച്ച് തെറിപ്പിച്ച്, ഓപ്പോസിറ്റ് വന്ന 3 വണ്ടി ഇടിച്ച് തെറിപ്പിച്ച്, അത്രയും ജനങ്ങൾക്ക് ബ്ലോക്കും, ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ബ്ലോക്ക്, അതായത് MC റോഡ് ബ്ലോക്കും ആക്കിയിട്ട് ആ പ്രതിയെ ന്യായീകരിക്കാൻ വന്നല്ലോ. ഈ ഷോ ഓഫ് ഞങ്ങൾ കാണണമെങ്കിൽ ഈ ജനസേവകൻ എന്ന് പറഞ്ഞ് വന്ന ആൾ, അയാളുടെ ഫോട്ടോ ഞാൻ ഇനിയിപ്പം ചിലപ്പോൾ വന്നില്ലെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കള്ളു കുടിച്ചില്ലെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതുകൊണ്ട് വന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോ ഇവിടെ കാണിക്കുന്നു. പുള്ളി അന്ന് വന്നതിൻ്റെ തെളിവ് ആ പോലീസ് സ്റ്റേഷനിലുള്ള ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പുള്ളി അവരെ ന്യായീകരിക്കാൻ വന്നല്ലോ. എന്ത് ജനസേവനമാണ് പുള്ളി അതിലൂടെ ഉദ്ദേശിക്കുന്നത്? അതേ വീട്ടിൽ സേവിക്കാൻ സാധനം കിട്ടിയതുകൊണ്ട്
ജനസേവനം കുറച്ച് നേരത്തേക്ക് മറന്നു പോയിട്ട് ഇറങ്ങിയതാണോ പുള്ളി, എനിക്കത് മനസ്സിലാവുന്നില്ല. നെക്സ്റ്റ് ദിവസം രാവിലെ ഏകദേശം ഒരു 10-10:30 ആയപ്പോൾ സ്റ്റേഷനിലെത്തുന്നു. അപ്പോൾ ഈ ജീപ്പ് ഓടിച്ചിരുന്ന ആൾ, അതായത് ജീപ്പിൻ്റെ RC ഓണർ എന്ന് പറഞ്ഞാൽ അനു എസ് ബാബു, വർക്കലക്കാരനെന്നോ ആണ്. പുള്ളി അവിടെ ഉണ്ട്, CIയുടെ റൂമിൽ കയറുന്നുണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പുള്ളി, അതായത് CI എന്നോടാണ് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ പുള്ളി, അപ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചു ഇതെന്താ പ്രതി ആര്, വാദി ആരെന്നുള്ളൊരു ഡൗട്ട് അച്ഛൻ തന്നെ അടിച്ചിട്ട് അച്ഛൻ ആരാണ് സാർ പ്രതി എന്ന് ചോദിച്ചു. അപ്പോൾ അത് പുള്ളി തന്നെയാണ്. പുള്ളിയോട് വന്നിട്ട് ഒരു ചോദിച്ച 2 ചോദ്യം, പേരെന്താ, ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിരുന്നു അന്ന്, ഇല്ല സാർ. നിങ്ങൾ ഇടിച്ചു എന്നുള്ള സത്യമാണോ? ആ ഇടിച്ചു, സമ്മതിച്ചു, ഓക്കെ കേസ് കൊടുത്തോ, പൊക്കോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. അച്ഛൻ പോയിട്ട് ഒന്നുകൂടെ ഇപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചത് തെറ്റാണെന്ന് വെച്ചിട്ട് അച്ഛൻ പോയിട്ട് ഈ അമ്മാവനോട് ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതിന് തയ്യാറാണോ എന്ന്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങളുണ്ട് കേസ് കൊടുത്തു, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കി. ഇത് 48 hours കഴിഞ്ഞു, അത് ഇനി മെഡിക്കൽ ടെസ്റ്റ് നടക്കില്ല എന്നൊക്കെ അവർക്കറിയായിരുന്നു. ഇപ്പോൾ ഞാൻ FIR കാണിക്കും. FIR കാണിക്കുമ്പോൾ ഈ FIRൽ എൻ്റെ പേര് ഒക്കെ ഉണ്ട്, കേസ് കൊടുത്തേണ്ടത്. ഈ പ്രതിയുടെ പേര് പ്രതി എൻ്റെ മുന്നിൽ വെച്ചാണ് കുറ്റം സംഭവിച്ചത്. എന്നിട്ടും ഐഡന്റിഫൈബിൾ ജീപ്പ് ഡ്രൈവറിനേ ഉള്ളൂ. പോലീസുകാർക്ക് പ്രതിയുടെ അഡ്രസ്സും പേരും കിട്ടാത്തതുകൊണ്ടാണെങ്കിൽ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞുതരാം. അനു എസ് ബാബു, ഫോട്ടോയും അവൻ്റെ ഫോട്ടോ ID കാർഡോ എന്ത് വേണമെന്ന് ഞാൻ ഒപ്പിച്ചു തരാം. അറിയാത്തതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പം ലീഗലി അങ്ങനെ ഒരു സാധനം എനിക്ക് വെക്കില്ല എന്നാണെന്ന് എനിക്ക് അറിയില്ല. സീരിയസ്ലി FIRൽ ഇത് കണ്ടപ്പോൾ എനിക്കൊരു സ്പോട്ടായിട്ട് ഞാൻ പറഞ്ഞുള്ളത്, അത് ഇതിൻ്റെ നിയമം അറിയുന്നവർ ദയവ് ചെയ്ത് എനിക്ക് പറഞ്ഞുതരാം, എനിക്കിത് അറിയില്ല. സീരിയസ്ലി കമൻറ്റ് ചെയ്യുക. 14 days കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ വണ്ടി കിട്ടുന്നത്. അവർക്ക് എന്താണ്, അവർക്ക് ഒരു 1000 രൂപയുടെ ചിലവ്, ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടാവും. 1000 രൂപയുടെ ചിലവിൽ അവർ വണ്ടി ശരിയായിക്കൊണ്ട് RSL എടുത്തിട്ട് പോയി അവരുടെ വണ്ടി. People say Kerala is a God's own country. I feel, yeah, it's a God's own country with a devil's law and order. ಆ್ಯಕ್ಚುಲಿ ಆ ಡ್ರೈವಿಂಗ್ ಪ್ಲೇಸಲ್ಲಿ ನಾನು ಇರಬೇಕಾಯಿತು. ನೆಕ್ಸ್ಟ್ ಡೇ ಮಾರ್ನಿಂಗ್ ನಾನು ಬೈಕಲ್ಲಿ ಬಂದಿರೋದ್ರಿಂದ ನಾನು ಪ್ಯಾಕಿಂಗ್ ಮಾಡ್ಕೋಬೇಕು ಅನ್ನೋ ಒಂದೇ ರೀಸನ್ಗೆ ನಾನು ಅವನಿಗೆ ನೀನು ಕರ್ಕೊಂಡು ಹೋಗಿ ಬಿಟ್ಬಿಡು, ಸೊ ನಾನು ಆಗಲ್ಲ ಅಂತ ಹೇಳಿರ್ತೀನಿ. ನಾನು ಕರ್ನಾಟಕ ವೆಹಿಕಲಲ್ಲಿ ಹೋಗಿದ್ದಿದ್ರೆ ಆಲ್ಮೋಸ್ಟ್ 14 days ಸ್ಟಕ್, ಬಿಕಾಸ್ 14 ದಿನವರೆಗೂ ಅವ್ನು ಗಾಡಿನೇ ತೊಗೊಳಕ್ಕಾಗಲಿಲ್ಲ. ನಾವು ಬ್ಯಾಂಗ್ಳೂರಿಂದ ಹೋಗಿ ಅಲ್ಲಿ 14 ದಿನ ಅಲ್ಲಿ ಸ್ಟೇ ಮಾಡಿ ನಮ್ಮ ಲಾಡ್ಜಿಂಗ್ ಏನು, ಅಥವಾ ನಾವು ಏನಾದರೂ ಆ್ಯಸ್ ಎ ಟೂರಿಸ್ಟ್ ಹೋಗ್ತೀವಿ ಅಂತಂದರೆ ವಾಟ್ ವುಡ್ ಬಿ ಆರ್ ಕಂಡೀಷನ್. ಆ್ಯಂಡ್ ಮೇ ಬಿ ದ tourism minister need to look into it, because there are a lot of incidents like this. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം രണ്ടാണ്. ആക്ച്വലി ഒന്ന്, ഞാൻ കടന്നുപോയുള്ള ഒരു അവയർനെസ് നടത്താം, അത് എന്ത് സംഭവിക്കും. 2, പോലീസുകാർ എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങൾ തെളിയിക്കേണ്ടി വരും അവർ കള്ളുപിടിച്ചിട്ടുണ്ടെന്ന്. അത് ഒരിക്കലും മെഡിക്കൽ ടെസ്റ്റ് ഇല്ലാത്തടത്തോളം അത് തെളിയിക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് സാഹചര്യ തെളിവുകളാണ്. ഓൺ ദ സ്പോട്ടിൽ കിട്ടിയ ബിയർ ബോട്ടിൽസ് ഉണ്ട്. ഈ അനു എന്ന് പറഞ്ഞ ആളത് എഗ്രീം ചെയ്തിട്ടുണ്ട്. എൻ്റെ അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട്. അനു എന്ന് പറയുന്ന ആളാണ്, അനു എസ് ബാബു. അതെ പറഞ്ഞു. നമുക്കിപ്പോൾ എന്തോ അത് വണ്ടിക്കകത്ത് കുപ്പികളുണ്ടായിരുന്നു ഓൾറെഡി. അത് തലേന്ന് ഒരു 18 മറ്റോ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ കുപ്പികൾ അതിൽ കിടന്നത്. ഓക്കെ, അതാണ് അതിന്റെ കുപ്പിയായിട്ട് അവർ പറയുന്നത്. നമ്മള് അതിനുശേഷം എന്റെ വൈഫും ഉണ്ടായിരുന്നു, എന്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി പറയുന്നത്, പുള്ളി അവകാശപ്പെടുന്നത് തലേ ദിവസം ഞാൻ ബിയർ അടിച്ചതിൻ്റെ പാർട്ടി ചെയ്തതിൻ്റെ കുപ്പിയാണ് അതിലുണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. വൈഫും കുട്ടിയും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ആ വണ്ടിയിൽ വൈഫും കുട്ടിയും 2 ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ തലേ ദിവസത്തെ ബിയർ കുപ്പി നിങ്ങൾ വണ്ടിയിൽ വെച്ചിട്ട് ഓടിക്കും. ഫസ്റ്റ് തിങ്, എൻ്റെ വണ്ടിയായാലും ആരെ വണ്ടിയായാലും ഞാൻ കണ്ടിട്ടുള്ളത് വണ്ടി വൃത്തിയാക്കി അറ്റ്ലീസ്റ്റ് ആൽക്കഹോൾ പൊടിച്ച് എടുത്ത് മാറ്റിയിട്ടേ വണ്ടി ഓടിക്കുള്ളൂ. പിന്നെ തെളിവായിട്ട് അതിൽ തലേ ദിവസത്തെ ആണെങ്കിൽ ഈ സ്പില്ല് ചെയ്ത് കിടക്കുന്ന ഫോട്ടോസും വീഡിയോസും എൻ്റെ ഉണ്ട്. ആൽക്കഹോൾ ലൈവായിട്ട് സ്പില്ല് ചെയ്തത്, സീറ്റിൽ ലൈവായിട്ട് സ്പില്ല് ചെയ്തിട്ടുണ്ട്, തറയിൽ മൊത്തത്തിൽ സ്പില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഉണ്ട്. ഇതിൽ എങ്ങനെയാണ് തലേ ദിവസത്തെ ആവുന്നത്? ബിയർ ബോട്ടിൽ, അതായത് ഓൺ സ്പോട്ടിൽ സ്പില്ല് ചെയ്തതാണ്, കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ് പോയതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പുള്ളിയുടെ വോയിസ് ക്ലിപ്പിൽ പുള്ളി വ്യക്തമായി പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് 2 പേര് അവിടെ വന്നു, അല്ലാതെ 2 പേര് അവിടെ ഉണ്ടായിരുന്നു, അവർ എല്ലാവരും ഓക്കെ ആണോ എന്ന് നോക്കിയിട്ടാണ് പോയതെന്ന് പറയുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. വണ്ടിയെല്ലാം ഹോസ്പിറ്റലിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് നമ്മളവിടെ പോകുന്നത്. എൻ്റെ ഫ്രണ്ട്സ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ 2 ഫ്രണ്ട്സ് വരികയും ചെയ്തു. എല്ലാം സേഫ് ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവരവിടെ നിന്ന് പോയത്. പോലീസിന്റെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. എസ്കേപ്പും അങ്ങനെ ഒന്ന് വോയിസ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ പുള്ളിക്കൊന്ന് തെളിയിക്കാൻ പറ്റുമോ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ തെളിയിക്കാം. ബിക്കോസ് അങ്ങനെ ആരും അവിടെ ഇല്ലായിരുന്നു. അവിടെ ആക്സിഡൻറ്റിൽ ഉണ്ടായിരുന്നവരുടെ ഫോട്ടോയും എൻ്റെ കയ്യിലുണ്ട്. അവരായിട്ട് മൊഴി തരുന്നുണ്ട്, അതായത് അങ്ങനെ ഒരാൾ അവിടെ ഇല്ലായിരുന്നു. ഞാനും എൻ്റെ വൈഫും കുട്ടിയുമായിട്ട് ഞാൻ ബൈക്കിൽ വരുന്ന വഴിക്കാണ് ഈ സംഭവം. വരുന്ന സമയത്താണ് ആക്ച്വലി ഈ വരുന്ന ആക്സിഡൻറ്റ് സംഭവം നടക്കുന്നത്. സ്പോട്ടിൽ തന്നെ ഈ പറയുന്ന ജീപ്പ് കോംപ്ലക്സിൻ്റെ അകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സ്പോട്ടിൽ വലിഞ്ഞു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവർ മുങ്ങി. മനുഷ്യത്വം എന്ന് പറയുന്നൊരു കാര്യം ഇവർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ആ ഒരു ടൈമിൽ ഇങ്ങനൊരു സംഭവം നടന്നു, അതായത് തൻ്റെ വണ്ടി കൊണ്ടൊരു സംഭവം അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് നടന്നു, അല്ലെങ്കിൽ വണ്ടി ഇടിക്കുകയും ഈ വണ്ടി ഇടിച്ച ആൾക്കാർ, വണ്ടി ഇടിച്ചിട്ട് ഈ പറയുന്ന 2 കാറിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ആളഭയമുണ്ടോ എന്നുള്ളൊരു കാര്യം പോലും ഇറങ്ങിപ്പോയി തിരക്കാതെ ആ സ്പോട്ടിൽ തന്നെ ഇവർ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം മനുഷ്യത്വം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഞാൻ ക്രെയിൻ ബില്ലടച്ച് ആ സമയത്തൊന്നും അവിടെ ആരുമില്ല. ഇതെല്ലാം പോട്ടെ, നിങ്ങളുടെ വണ്ടിയുടെ കീ എവിടെ?
ബിക്കോസ് ഈ അമ്മാവൻ പോലീസുകാരുടെ മുന്നിൽ വെച്ച് എന്നോട് ചോദിച്ചാണ് ആരോ കീ എടുത്തിട്ടുണ്ട്, അത് 40,000 രൂപയുടെ കീ ആണ്, അത് തിരിച്ചു തരണമെന്ന്. അതായത് എൻ്റെ വണ്ടിക്കും ഡോക്ടേഴ്സിൻ്റെ വണ്ടിക്കും 2 ലക്ഷം രൂപ വെച്ച് 4 ലക്ഷം രൂപ വരെ പണി, 40,000 രൂപ കീ ആണ് അവിടെ വർത്ത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളോട് ചോദിപ്പിക്കുന്നതാണ്. നിങ്ങൾ എന്തിന് പിന്നെ ഈ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കീ എടുത്തില്ല? നിങ്ങൾ എൻ്റെ കാശ് നഷ്ടപ്പെട്ടു, ഐ നോ ദാറ്റ്. ആ ഫാക്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയാം, പോയതാണ്. അതിന് എനിക്കൊന്നും തിരിച്ചു പിടിക്കാനൊന്നുമില്ല. പക്ഷേ അടുത്ത ഇതിലോട്ട് പോകണമെന്ന് ആരെങ്കിലും പറയാം, ആ സ്പോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലാതെ പോലീസിൻ്റെ സപ്പോർട്ടോ ഇതിൻ്റെ സപ്പോർട്ടോ ആരും ഒന്നും വരില്ല. ಆಸ್ ಅ ಲೋಕಲೈಟ್ ಅವನಿಗೆ ಜಸ್ಟಿಸ್ ಸಿಗಲಿಲ್ಲ, ದೆನ್ ವಾಟ್ ಅಬೌಟ್ ಅಸ್?